എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, അബിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വക്കീലിനെ കണ്ടിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് ജാനകിയോട് തന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, അവിയേട്ടാ ഇനി ആ കാര്യത്തിൽ വിഷമിക്കണ്ട. മൂന്നാറിലെ റിസോർട്ടിന്റെ കാര്യം അത് അച്ഛൻ നമ്മുടെ പേർക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ഒന്നും അറിയത്തില്ല, അത് അച്ഛനൊന്നും ചെയ്യത്തില്ല. പിന്നെ ഈ വീട്ടിൽ നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരും മൂന്നുപേരും മാത്രമല്ല, ഇപ്പൊ നമ്മളോട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും കൊണ്ടുണ്ട് ലച്ചു. നമ്മൾ എങ്ങോട്ട് പോയാലും നമുക്ക് അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഈ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന പെൺകുട്ടിയാ, അപ്പൊ അവളെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? അതുകൊണ്ട് തൽക്കാലത്തേക്ക് അഭിയേട്ടന് ആ ഒരു ഇത് റദ്ദാക്കാനൊന്നും പോണ്ട. ആധാരം അതവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. പക്ഷെ അബിക്ക് ഒരു സമാധാനം വന്നില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് അബി നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പ്രഭാവതിയുടെ അടുത്തേലും പ്രഭാവതി മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അബിക്കാണെങ്കിൽ അമ്മയുടെ മുഖം കണ്ടപ്പോ സങ്കടം വന്നു. കാരണം താൻ ഇനി എന്തെങ്കിലും കൂടെ പറഞ്ഞിട്ടാണോ അച്ഛൻ തന്റെ പേർക്ക് എഴുതി തന്നെ, അങ്ങനെ ഒരു ചിന്തയാണ് അമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിലുള്ളേ എന്നൊരു ചിന്തയും കൂടെ അബിക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ അബി എന്ന് പ്രഭാവതി വിളിച്ച, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണേ? അമ്മ എന്താ അച്ഛനുമായിട്ട് വഴക്കടിച്ചോ? എന്താ അമ്മയെ മുറിക്കകത്തും കൂടെ ഇറങ്ങി വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു, ദേ അബി നീ വെറുതെ എന്നെ വിളിക്കാൻ വരണ്ട. ദേ ഞാന് നിന്റെ അച്ഛനെ കുറിച്ചൊന്നും ഇങ്ങനെയല്ല വിചാരിച്ചുകൊണ്ടിരുന്നേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനോ ജാനകി ഒരിക്കലും അറിയാത്ത കാര്യം ഇത്. പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ അമ്മ ജാനകിയോട് പോലും മിണ്ടണില്ലല്ലോ. എന്താ അതിന് മാത്രം അവൾ എന്താ തെറ്റ് ചെയ്തേന്ന് ചോദിക്കാം. അതെ ജാനകി ഒരു തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ ജാനകിയുടെയും പേർക്ക് അച്ഛൻ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അത് എഴുതി വെച്ച സമയത്ത് എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഇത്രമാത്രം ഒളിച്ചത് എഴുതി വെക്കാൻ മാത്രം എന്ത് തെറ്റ് ഞാൻ അദ്ദേഹത്തോട് ചെയ്തേ? 5 വർഷം ഈ രഹസ്യം അദ്ദേഹം മൂടി വെച്ചത്. ഒരു വാക്ക് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായികയുണ്ടോ? അളകാപുരിൽ അതിനേക്കാളും കൂടുതൽ സ്വത്തുക്കളുണ്ട്. പക്ഷെങ്കിൽ അത് മാത്രം നിന്റെ പേർക്ക് നിന്റെ അച്ഛൻ എഴുതി വെക്കണമെങ്കിൽ അതെന്തുകൊണ്ടാ? ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, പോട്ടമേ ഇനി ഒരു കാര്യം ചെയ്യാം, അത് റദ്ദാക്കാണ്ട് ഞാൻ അച്ഛനോട് പറയാം. അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയാണ്. അല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ കുടുംബത്തിലെ സ്വത്തുക്കളൊന്നും ഞങ്ങൾ ഇതിലായിട്ട് മോഹിച്ചിട്ടില്ല. അമ്മയ്ക്കറിയാലോ ഞാൻ അമ്മയുടെ മോൻ തന്നെയല്ലേന്ന് ചോദിക്കാം. എടാ അതൊക്കെ സമ്മതിച്ചു, പക്ഷെങ്കിൽ അങ്ങനെയല്ലല്ലോ. എനിക്ക് എല്ലാ മക്കളും ഒരേപോലെയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മനും അജയും ഒക്കെ എന്ത് വിചാരിക്കും? 3 മക്കളും ഒരേപോലെയല്ലേ അച്ഛനും അമ്മയ്ക്കും. എന്നിട്ട് ഒരു മകന്റെ പേര് മാത്രം അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോഴത്തേനും അത് വേറെ മക്കൾക്ക് അത് എത്രമാത്രം മനോവിഷമാവെന്ന് എന്തുകൊണ്ട് അദ്ദേഹം വിചാരിക്കാത്തെന്ന് ചോദിക്കാം. അതമ്മേ അച്ഛനോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. അമ്മ തന്നെ ചെന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ചിട്ട് അച്ഛനൊന്നും അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ല എന്ന് പറയണം. അതെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, എന്നെ മറിച്ച് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതെന്താന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബിക്കും ആകെപ്പാടെ വിഷമായി. അബി ഒന്നും മിണ്ടാതെ കൂടെ പോരുവാണ്. അബിക്ക് മനസ്സിലായി ഇനിയിപ്പൊ അമ്മയോട് താൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. അമ്മയും അച്ഛനും ഇനി സെറ്റ് ആണെങ്കിൽ ഇനിയിപ്പം അച്ഛന്റെ മനസ്സിലുള്ള രഹസ്യം എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ അമ്മ ഇനിയിപ്പൊ ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷെ അബിക്കോ ജാനകിക്കോ ആർക്കും അറിയത്തില്ല അച്ഛൻ എന്തുകൊണ്ടാണ് അത് എന്റെ പേരിലേക്ക് എഴുതി വെച്ചെന്ന്. വക്കീലിനോട് ചോദിച്ചിട്ട് വക്കീലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വ്യക്തമായൊരു മറുപടിയും കൊടുത്തിട്ടില്ല. അതിപ്പോഴും റദ്ദാക്കാനായിട്ട് സമ്മതമാണ്. പക്ഷെങ്കിൽ ജാനകിക്കാണെങ്കിലോ അത് റദ്ദാക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. കാരണം ജാനകിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ തങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ പല പ്രാവശ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിനെയും കൊണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. ഈ സമയം ആകെപ്പടെ കട്ടക്കലിപ്പിൽ സുമംഗല മുത്തശ്ശി ഇരിക്കുന്നത്. സുമംഗല മുത്തശ്ശിയുടെ അടുത്തേക്ക് അപർണ അങ്ങോട്ട് വരുവാണ്. അപർണ വന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് മുത്തശ്ശി? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ശരിയായില്ലേ? എന്തൊക്കെയായിരുന്നു ഇവിടെ? എല്ലാരും കൂടെ ജാനകിനെ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുമായിരുന്നല്ലോ, ഈ പറയുന്ന അമ്മ വരെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് കേട്ട് സുമംഗല പറഞ്ഞു, ചിലരൊക്കെ അങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഞാൻ അന്നേ പ്രഭാവതിയോട് പറഞ്ഞ ഈ പറയുന്ന ജാനകിനെ ഒന്നും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കില്ലെന്ന്. ഇപ്പൊ തന്നെ തിരിച്ചടി കിട്ടിയത് കണ്ടില്ലേ? അവളും അബിയും കൂടെ ചേർന്നിട്ട് ദേ സൂര്യനെ കയ്യിലെടുത്തിട്ട് ഉള്ളതെല്ലാം പതിക്കാൻ കൂടെ എഴുതി വാങ്ങുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അളകാപുരി പോലും അവരുടെ കയ്യിലിരിക്കുമെന്ന് പറയാം. അപ്പൊ പറഞ്ഞു, മുത്തശ്ശി ഒരു കാരണവശാലും അതിനെ അനുവദിച്ചുകൂടാ. ദേ ഇപ്പോഴാണെങ്കിൽ ഈ ജാനകിനെ അബീനെ കൂടി ഇവിടെ ഇറക്കി വിടാൻ പറ്റിയ സമയം ഈ പേര് പറഞ്ഞിട്ട്. അത് ശരിയാ മോളെ, അവളെ ഇവിടെ ഞാൻ വെച്ചു വാഴിക്കുന്ന മോള് വിചാരിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാണ്.
പിന്നീട് സുമംഗലാമ്മ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കും പൊന്നും ജാനകിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടോ. ജാനകിനെ കണ്ടതും സുമംഗലയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. എല്ലാം അടിച്ചെടുത്തിട്ട് അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കണം. അല്ലെങ്കിൽ കണ്ടോ, അധികം വൈകാതെ തന്നെയൊക്കെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കി ഞാൻ ഇവിടെ ശുദ്ധികാഴ്ച തന്നെ നടത്തുമെന്ന് പറയണം. ഇത് കേട്ടതും പൊന്നു ചോദിച്ചു, അല്ലമ്മേ ഈ മുത്തശ്ശി ആരുടെ കാര്യം പറയണേന്ന് ചോദിക്കും. ഇത് കേട്ടതും ജാനകി, നമ്മുടെ കാര്യമൊന്നും അല്ല മോളെ പറയണേ, മുത്തശ്ശി വേറെ പലരുടെയും കാര്യം പറയണെന്ന് പറയും. അതിന് നമ്മളെ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. പക്ഷെ പൊന്നൂന് സംശയം, കുഞ്ഞു മനസ്സല്ലേ, അതിനറിയത്തില്ലല്ലോ. ഈ സമയം സുമംഗലവർ പറഞ്ഞു, അടിച്ചിറക്കുന്ന ആരെയാന്ന് കണ്ടോ. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അടിച്ചിറക്കേണ്ട പല ആൾക്കാരും ഉണ്ട് ഇവിടെ, അവരെയൊക്കെ അടിച്ചിറക്കേണ്ട സമയം പണ്ടേ ആയിരിക്കും എന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് ബാ പൊന്നു പറഞ്ഞുകൊണ്ട് പൊന്നുവിന്റെ കൈയും പിടിച്ചോണ്ട് ജാനകി അങ്ങോട്ട് പോവാണ്. ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സുമരാമലയ്ക്ക്. നീ കേറിപ്പോക്കോ അങ്ങോട്ട്, അധികം വൈകാതെ തന്നെ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുമെന്ന് പറയാണ്. ഈ സമയം തമ്പി ഉണ്ണിത്താൻ വക്കീലിനെ വിളിക്കുവാണ്. ഉണ്ണിത്താൻ വക്കീലിനെ വിളിച്ചിട്ട്, അതെ എനിക്ക് തന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം. അതിനെന്താ തമ്പി സാറെ, നമുക്ക് കണ്ടേക്കാലോ എന്ന് പറയണം. പിന്നീട് അവർ രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുകയാണ്. മീറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ല അളകാവിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് തമ്പിയോട് ഉണ്ണിത്താൻ വക്കീൽ ചോദിക്കുന്നുണ്ട്. പിന്നെ അറിയാതിരിക്കോ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. അല്ല ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അതെ ആകെ പാടെ കിട്ടി അഭിക്കും ജാനകിക്കുമാണ് അവിടെ സ്ഥാനമുള്ളൂ. ബാക്കിയെല്ലാം വെറും പുറമ്പോക്കളാന്ന് തോന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അഭിയും ജാനകിയും എല്ലാം തട്ടിയെടുക്കുമെന്ന് പറയാം. ഉണ്ണിത്തമ്മയ്ക്കൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്നിന് ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാണ്. എന്റെ മോൾ എന്തായാലും വലിഞ്ഞു കയറി ചെന്നല്ല അങ്ങോട്ട്. തമ്പി പറഞ്ഞു, അതുപോലെ തന്നെയാ അപർണെ, അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പിന്നെ നിൽക്കാനറിയാം, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാണ്. സാരമില്ല, നാളെ തൊട്ട് കണ്ടോ അളകാപുരി വീട് ഇനി ഒരു യുദ്ധക്കളമായിട്ട് മാറാൻ പോവാന്ന് പറയണേ. ഇതിപ്പോ ചെറിയൊരു ടെസ്റ്റ് ഡോസ് മാത്രമാ വക്കീൽ സാറേ, ഇനി ഇപ്പൊ വരാൻ പോകുന്നുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയുടെ ഒരു കള്ളത്തരം പിടിച്ചെടുത്തു. ഇനി ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയത് വരാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടതും വക്കീലിനൊന്നും മനസ്സിലല്ല. വക്കീൽ ചോദിച്ചു, അതെന്താ സംബി സാറേ അങ്ങനെ പറഞ്ഞേ? അത് വഴിയെ കണ്ടോളാൻ പറയാണ്. ഇതിപ്പോ ചെറിയതൊന്നല്ലേ. ഇത് മാത്രമല്ല, ഇതിന്റെ പുറകെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. ഈ സൂര്യനാരായണന്റെ കഷ്ടകാലം തുടങ്ങാൻ പോവാ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ കണക്ക് രണ്ടുപേരും തമ്മില് ഇപ്പൊ നല്ല ക്ലോസ് ഫ്രണ്ട്സായി, തമ്പിയും ഉണ്ണിത്താൻ വക്കീലും തമ്മില്. കാരണം സൂര്യനാരായണൻ രണ്ടുപേർക്കും ഇഷ്ടമില്ലല്ലോ. പിന്നീട് തമ്പി പറഞ്ഞു, അതെ നാളെ മുതൽ കണ്ടോ, നാളെ മുതൽ അളകാപുരി നടക്കാൻ പോകുന്നത് എന്താണ്? ഇത്രയും കാലം അളകാപുരി അടക്കി ഭരിച്ചിരുന്ന സൂര്യനാരായണൻ അങ്ങനെ അസ്തമിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാന്ന് പറയാണ്. ഇത് കേട്ടതും ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു, അല്ല ഇത്ര കൃത്യമായിട്ട് തമ്പി സാറ് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലോ എന്ന് പറയാണ്. അത് ശരിയാ, അതിന്റെ പിന്നെ വ്യക്തമായിട്ട് കാരണമുണ്ട്. അതൊക്കെ വഴിയെ ഉണ്ണിത്താൻ വക്കീലിന് മനസ്സിലാവുന്ന പറയാണ്. അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടാണ് അവര് പിരിയുന്നത്. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉണ്ണിത്താൻ വക്കീല് നിരഞ്ജനെ വിളിക്കുകയാണ്. നിരഞ്ജനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ആ റിസോർട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ടിച്ചപ്പോൾ നിരഞ്ജന പറഞ്ഞു, അച്ഛാ അത് അഭിയേട്ടനും ജാനിയടത്തേക്കും അച്ഛൻ എഴുതി കൊടുത്താണ്. അതിനിപ്പം നമുക്ക് എന്താന്ന് ചോദിക്കുകയാണ്. എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. എടി മോളെ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ഇതേ അങ്ങനെ ഓരോന്നോരോന്ന് അവിടെ എഴുതി മേടിച്ചോണ്ടിരിക്കും. അവസാനം നീയും അജയും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറയാം. ദേ അതൊക്കെ അച്ഛന്റെ വെറും തെറ്റിദ്ധാരണ മാത്രം. അങ്ങനെയൊന്നും ഒരിക്കലും അച്ഛൻ ചെയ്യത്തില്ല എന്ന് പറയണം. പിന്നെ ചെയ്യത്തില്ല പോലും. നിനക്ക് സൂര്യനാരായണനെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ ആ അഭിയും ജാനകിയും ഇതേ കയ്യിലെടുത്ത് വെച്ചിരിക്കും അയാളെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നീയൊക്കെ വെറുതെ വെറും കൈയോടെ ഇറങ്ങേണ്ടി വരുമെന്ന് പറയാം. എന്റെ അച്ഛാ, എനിക്കതിനൊന്നും ഒരു വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ അറിയാലോ. നീ ഇത് പറയും. അതെ നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചയച്ചേ അവിടുന്ന് ഇറങ്ങി പോരാനല്ല, അതൊക്കെ നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജനയുടെ മനസ്സിനെ എരിപരി കയറ്റുക. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നിരഞ്ജനയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം നിരഞ്ജനയ്ക്ക് സ്വത്തിലും പണത്തിലും ഒന്നും താല്പര്യമില്ലായിരുന്നു. പിന്നീട് നിരഞ്ജന പറഞ്ഞു, ശരി അച്ഛാ ഞാൻ വെച്ചേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം അജയ് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചോലെ കയറി വരുന്നത്. കാരണം ഇതുവരെയായിട്ടും ആ പ്രമാണം റദ്ദ് ചെയ്തിട്ടില്ല. അത് റദ്ദ് ചെയ്യാതെ ഒരു സമാധാനം കിട്ടത്തില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ അച്ഛനോട് ഈ കാര്യം നേരിട്ട് ചോദിക്കാനും ഒരു മടി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്താ പറയണമെന്ന് അറിയത്തില്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അമലിനെ എല്ലാരും കൂടെ സംഘടിപ്പിച്ചിട്ട് വേണം ഇനി നീങ്ങാനായിട്ട്. ഉറപ്പായിട്ട് ആ പ്രമാണം റദ്ദിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് അജയ് നേരെ അമലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അമലിന്റെ അടുത്ത് നിന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ടി അമല് പറഞ്ഞു, അത് അഭിയേട്ടനും ജാനി അടുത്തേക്ക് അച്ഛൻ കൊടുത്താണെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ അതിൻ്റെ അകത്ത് കയറി വാശി പിടിക്കണേ? അത് അവരെടുത്തോട്ടെ എന്ന് പറയാം. അത് മാത്രമല്ല അളകാവരിൽ അത് മാത്രമല്ല സ്വത്തുള്ളേ, ഇഷ്ടംപോലെ സ്വത്തില്ലേ, പിന്നെ നമ്മൾ എന്തിനാന്ന് ചോദിക്കുകയാണ് അതിന്റെ അടുത്ത് കൈ കടത്തുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജയ് പറഞ്ഞു, ഇത് ഞാനങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അമലെ. അതെ അച്ഛനും മക്കള് തന്നെയല്ലേ നമ്മളും, നമുക്ക് അവകാശപ്പെടാൻ നമുക്കും കിട്ടണ്ടേന്ന് ചോദിക്കുക. അല്ലാതെ ഇതേ അഭിയേട്ടനെ മാത്രമായിട്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. പക്ഷെ അമലിന് അതിനോട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അജയ്ക്ക് മനസ്സിലായി അമൽ എന്താണെന്ന് തന്റെ കൂടെ നിൽക്കത്തില്ല.
അമലിന് അതിനോട് താല്പര്യം ഇല്ലെന്നുള്ള കാര്യം. പിന്നീട് അജയ് പറഞ്ഞു, നീ എൻ്റെ കൂടെ നിന്നില്ലേലും കുഴപ്പമില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അജയ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അപർണ വരുന്നേ. അപർണ വന്നിട്ട് അമലിനോട് പറഞ്ഞു, അല്ല അമലെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഈ വീട്ടിലെ ആള് തന്നെയല്ലേ, നിന്റെ അച്ഛന്റെ മകനല്ലേ നീന്ന് ചോദിക്കാം. അതെന്താ അപർണ, നിനക്കിപ്പോ ഒരു സംശയമുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടേ, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നേ, എന്നിട്ടോ നിനക്ക് യാതൊരു കുലുക്കും ഇല്ലെന്ന് പറയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നീ ശ്രമിക്കണ്ട, നീ കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയണം. ഓഹോ, അപ്പൊ കള്ളത്തരം കാണിക്കുന്നതിന് കുഴപ്പമില്ല, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ കുഴപ്പമില്ലേ? അല്ല, നിന്റെ അമ്മ പോലും ഇപ്പൊ എന്തുകൊണ്ടാണ് നിന്റെ അച്ഛനെ എതിർത്തിരിക്കുന്നത്? അത്ര വലിയ കള്ളത്തരമല്ല നിന്റെ അച്ഛൻ ചെയ്തേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമല് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. ഈ കുടുംബത്തെ രണ്ടാക്കി മാറ്റാൻ നിന്റെ സ്വഭാവമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അമർന്നെ. അതുകൊണ്ട് നീ അതിന് വെച്ച വെള്ളം കൂടെ വാങ്ങി വെച്ചേക്കാൻ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ മനസ്സിൽ പറയാം, അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അമലെ. ഈ അപർണ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞു തന്നെയാ നാളെ കണ്ടോ അടുത്ത ബോംബ് പൊട്ടാനായിട്ട് പോകുന്നേ. എന്റെ അച്ഛൻ വേറെ പല സത്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ അളകാപുരിയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എന്റെ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ അപർണ മനസ്സിൽ പറയാണ്. അതെന്താന്ന് അറിയത്തില്ല, ഒരു കാര്യം ഉറപ്പായി, തമ്പി വേറെ എന്തൊക്കെയോ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അബിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു. നന്ദി.